ഹായ്, നമുക്കിന്ന് എയർ ബാഗിനെ കുറിച്ചാകാം. എയർ ബാഗ് ഒരു സേഫ്റ്റി ഡിവൈസാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാഹനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഡ്രൈവർക്കും വാഹനത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്കും അവരുടെ നെഞ്ചിനും തലയ്ക്കൊന്നും പരിക്ക് പറ്റാതെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. എന്നാൽ അത് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ സീറ്റ് ക്രമീകരിക്കുമ്പോൾ സ്റ്റിയറിങ്ങിനോട് കൂടുതൽ അടുത്തിരുന്നാൽ എയർ ബാഗ് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിട്ടും സംഭവിക്കാറുണ്ട്. അതായത് സീറ്റ് ക്രമീകരിക്കേണ്ടതിനൊരു മാനദണ്ഡമുണ്ട്. കൈ നീട്ടിയാൽ നമ്മുടെ റിസ്റ്റ് ഈ സ്റ്റിയറിങ്ങിൻ്റെ മേൽ കൂടി ഫ്രീ ആയിട്ട് വീഴുന്ന അവസ്ഥയിലായിരിക്കണം. ഇതിപ്പോൾ വളരെ മുന്നിലോട്ടാണ് കിടക്കുന്നത്. ഈ സീറ്റ് നമ്മൾ കുറച്ചുകൂടി ബാക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് കൈ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലച്ചും ബ്രേക്കും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഗിയറൊക്കെ വളരെ ഈസി ആയിട്ട് ഇടാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ എയർ ബാഗ് എക്സ്പോസ് ചെയ്യുമ്പോൾ അത് വികസിക്കുന്ന സമയം എന്ന് പറയുന്നത് തന്നെ മില്ലി സെക്കൻഡ് കൊണ്ടിട്ടാണ് ഇത് പെട്ടെന്ന് വികസിക്കുന്നത്. ഒരു അപകടം ഉണ്ടാവുക 16 മുതൽ 23 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാകുന്ന അതുമുതലുണ്ടാകുന്ന ഏതൊരു അപകടത്തിലും ഈ എയർ ബാഗ് വികസിക്കാം. അത് വളരെ ഫാസ്റ്റായിട്ടായി സെക്കൻഡിൻ്റെ 20% സമയം മതി എന്നുള്ളതാണ്. അപ്പോൾ അത് വികസിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആയത് കൊണ്ടിട്ട് ഇത് വന്ന് നമ്മുടെ മുഖത്ത് അടിച്ചിട്ട് പല്ലിനും മുഖത്തുമൊക്കെ പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അകലം പാലിച്ച് ഇതിനകത്ത് നമ്മൾ ഇരിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയർ ബാഗ് കൊണ്ടുള്ള ഈ അപകടം ഒഴിവാകാം. തന്നെയുമല്ല, ഓർക്കേണ്ട ഒരു കാര്യം, സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് ഇപ്പോൾ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പം അതിൽ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ സീറ്റിൽ ഉറച്ചിരിക്കാൻ ഈ സീറ്റ് ബെൽറ്റ് സഹായിക്കും. എയർ ബാഗ് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തിലേക്ക് വരുത്തുമില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ, നമ്മുടെ സൈഡ് സീറ്റിൽ മുതിർന്ന ആളുകൾ ഇരിക്കുമ്പോൾ അവർ മടിയിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇരുത്താറുണ്ട്. അതും അപകടത്തിന് കാരണമാണ്. കാരണം എയർ ബാഗ് വികസിക്കുമ്പോൾ ഈ എയർ ബാഗ് വന്നിട്ട് കുട്ടികളുടെ മുഖത്ത് ശക്തിയോടെ വന്നടിക്കാനും അത് കൂടുതൽ അപകടത്തിന് കാരണമാകും. അപ്പം വളരെ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. താങ്ക് യു.